ഞാൻ ഈ ഉറങ്ങിക്കിടക്കുന്ന കണ്ണാപ്പിടുത്തണം എങ്ങോട്ടാന്നല്ലേ? ഇന്ന് നമ്മുടെ പറയാണ് കേട്ടോ നമ്മുടെ അമ്പലത്തിൽ ഉത്സവം തുടങ്ങാറായി. അപ്പോൾ ഇന്ന് പറയെടുപ്പായിരുന്നു. നമ്മുടെ ആദിച്ചേട്ടനും ഇത് വിച്ചും ഒക്കെ ഇവിടെ ഒരുങ്ങി നിൽക്കുക കേട്ടോ പറയിടാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഓൾറെഡി എല്ലാം സെറ്റാക്കി വെച്ച് ഈ പറയ്ക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു മാരത്തോൺ ഓട്ടമായിരുന്നു. ഇവിടെ ഉറങ്ങിയിട്ടാണ് ഞാൻ എങ്ങനെയും പോയി അത് ഒരുക്കിയത്. അമ്മ പിന്നെയാണ് വന്നത്. അമ്മയുടെ വീട്ടിലായിരുന്നു. അങ്ങനെ വന്നതേ ഉള്ളായിരുന്നു. അങ്ങനെ പെട്ടെന്ന് എല്ലാം കൂടെ സെറ്റാക്കി വന്നേ. അപ്പോഴത്തേക്ക് ഞാൻ അമ്മ വന്നപ്പോൾ അമ്മ അങ്ങ് കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് ഞാൻ പോയി കണ്ണപ്പനെ എടുത്തു കേട്ടോ. ആദ്യം പറ വരാന്നേരം എൻ്റെ ഫോണിന് എന്തോ പറ്റി നടത്തില്ല. പെട്ടെന്ന് അങ്ങ് ഇരുട്ടായിപ്പോയി. ഞാൻ എന്തോ ശ്രമിച്ചിട്ടും മാറിയില്ല. അതെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ഫോണിൻ്റെ അസുഖവും മാറി. ഫോൺ പിന്നെ പഴയണം കേട്ടോ. അത് അവിടെ മാത്രം ഇരുട്ട് വന്നത്. അങ്ങനെ പറയെല്ലാം പോയി കഴിഞ്ഞ് ഞങ്ങൾ നേരെ അപ്പുറത്തോട്ട് പോയി കേട്ടോ. ഇവിടുന്ന് എല്ലാവരും ഉണ്ട്. സത്യക്കുട്ടിയും വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വിശേഷങ്ങൾക്ക് മാത്രമേ സത്യക്കുട്ടിയെ കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതാ നേരെ ഇങ്ങോട്ട് വന്നത്. അവൾ അന്നത്തേക്ക് പോകാൻ ഇറങ്ങുമായിരുന്നു. അങ്ങനെ ഞാൻ ചെന്ന് എല്ലാത്തിനും വീഡിയോ ഒക്കെ എടുത്തിട്ട് നേരെ വീട്ടിലോട്ട് വരും കേട്ടോ. വീട്ടിലോട്ട് വന്നിട്ട് ചെറിയൊരു പരിപാടിയുണ്ട്. ഈ സാധനങ്ങളൊക്കെ ആദിക്ക് നേരെ കൊടുത്താൽ അവൻ എങ്ങനെ കൊടുത്താലും കഴിക്കത്തില്ല. അപ്പോൾ ഞാൻ കരുതി അതൊരു ലഡു പോലെ ആക്കി കൊടുക്കാമെന്ന്. അതാകുമ്പോൾ കഴിക്കുമല്ലോ, നല്ലതുമാണല്ലോ. അങ്ങനെ അതിനുള്ള പ്രിപ്പറേഷനാട്ടോ ഇന്നലെ വിചാരിച്ചിരുന്നു. പക്ഷേ എന്തോ വിചാരിച്ചിട്ട് സമയം കിട്ടുന്നത് നടക്കാറില്ല. അങ്ങനെ എല്ലാ സീഡ്സും കൂടെ ജസ്റ്റ് ഒന്ന് ഫ്രൈ പാനിലിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ട് നേരെ നമ്മുടെ മിക്സിക്ക് ഇട്ടിട്ടൊന്ന് അടിച്ചെടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ അതിനകത്തോട്ട് ഞാൻ കുറച്ച് ഈന്തപ്പഴവും കൂടി ഇട്ടു. എങ്കിലും ഒരു കുതിർന്ന് വരുത്തോളല്ലോ. അങ്ങനെ ഈന്തപ്പഴം ഇട്ട് അതൊന്ന് അടിച്ച് സെറ്റാക്കി എടുത്തിട്ട് നല്ലപോലെ അങ്ങോട്ട് പൊടിഞ്ഞില്ല കേട്ടോ. ഇനി എൻ്റെ ഡ്രൈ ചെയ്തതിൻ്റെ കുഴപ്പമാണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ കുറച്ച് തേനും കൂടെ ഒഴിച്ചു, കുറച്ച് മധുരത്തിന്. മധുരം ഇല്ലെങ്കിൽ ഇവിടെ ആദ്യം കഴിക്കത്തേ ഇല്ല കേട്ടോ. അങ്ങനെ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ട് നേരെ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കുക കേട്ടോ. ഇടയ്ക്കൊരെണ്ണം പൊടിഞ്ഞു പോയി. ഞാൻ ഡിസൈനിലൊക്കെ ഒരുക്കാൻ നോക്കിയതാണ്. അങ്ങനെ അമ്മയടുത്ത് കഴിച്ചിട്ട് കൊള്ളാമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പറഞ്ഞ് പറയിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.